ആരാ ആരാ? ആ ചോദിച്ചത് കേട്ടില്ലേ? ആരാ? ഞാനിതെന്തായി കാണണേ? മോനിതെപ്പോ വന്നു? തേവരുടെ നീരാട്ട് നേരത്ത് ആരെങ്കിലും അമ്പലക്കുളത്തിൽ കുളിക്കുവോ? ശിവ ശിവ, എന്റെ കൊച്ചുതമ്പുരാന് പേടിന്ന് പറയണതൊന്നും ഇല്ലേ? ഇതാ ഇപ്പോ കാര്യം. സാക്ഷാൽ പെരിങ്ങോട്ടുകര തേവരുടെ നീരാട്ട് കുളത്തി ഈ നേരത്ത് കുളിക്കാനുള്ള ധൈര്യം ഇന്ത്യൻ ആർമിയിലെ വാഴും കോലിടത്തെ ശ്രീകുട്ടൻ തമ്പുരാന് മാത്രമേ ഉള്ളൂന്ന് ഇവിടുത്തെ ഉപദേവന്മാരൊക്കെ അറിയട്ടെ. എന്റെ വാര് വല്ലാതെ ക്ഷീണിച്ചു. അതിപ്പോ എന്റെ പ്രായമാവുമ്പോ ഈ തമ്പുരാനും ഇങ്ങനെ തന്നെയാ ഇരിക്കുക. കൃഷ്ണനുണ്ണിയുടെ വിവരം വല്ലതും ഉണ്ടോ? വരും, വരാതിരിക്കില്ല. മനസ്സങ്ങനെയാ പറയണേ. എന്റെ മോൻ വരാതിരിക്കുന്നതിന്റെ കാര്യം എന്താ? കൊച്ചുതമ്പുരാൻ ഇത് കണ്ടോ? എന്റെ മോൻ വരുമ്പോ കഴുത്തിലിടാൻ വേണ്ടി പണിയിച്ചതായി മാല. കയ്യിലൊരു വാച്ച് കെട്ടിട്ട് എന്റെ കൊച്ചുതമ്പുരാനെ പോലെ തേവർ കിടക്കാൻ കുട്ടി പാടുമ്പോൾ ഒന്നേ പ്രാർത്ഥനയുള്ളൂ, എന്റെ ഉണ്ണിയെ ഇങ്ങെത്തിക്കണേന്ന്. ഇന്നാള് ഹരിദ്വാറിൽ വെച്ച് രാമനുണ്ണി അവനെ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ കേട്ടു ഋഷികേശിലുണ്ടെന്ന്. നട തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും തേവരോട് ഈ വാര് പറയും, എന്റെ മോന്റെ കൈകൊണ്ട് ഈ വയസ്സന്റെ അസ്ഥി നിമജ്ജനം ചെയ്യണമെന്ന്. അല്ലാതെ എന്റെ കൈകൊണ്ട് 10ാം വയസ്സിൽ പോയതാ. വർഷം 18ആയി. മനസ്സു നൊന്തു പിടയ്ക്കുക. വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാന്ന് വെച്ചാ വല്ലാത്തൊരു ഭ്രാന്ത് തന്നെയാ. എന്താ ഇത്? കരയാനാണോ എന്നെ ഈ ചായപ്പിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്? ഉണ്ണിത്തമ്പുരാനെ, ഉണ്ണിത്തമ്പുരാനെ, തമ്പുരാട്ടിയെ, തമ്പുരാട്ടിയെ, തമ്പുരാട്ടിയെ. ആയാട്ടി, തമ്പുരാട്ടി അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കുക. അല്ല, ഇതാരാ? ആയാട്ടിയോ? എന്താ രാവിലെ ഒരു കള്ളച്ചിരിയായിട്ട്? വെളുപ്പിന് കട്ടൻ ചായ കുടിക്കാൻ പോയപ്പോ രാമനുണ്ണിയാ പറഞ്ഞത് ഉണ്ണിത്തമ്പുരാൻ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ നാട്ടില് പാട്ടായി. ഈ പട്ടാളക്കാരൻ തമ്പുരാൻ എഴുന്നള്ളിരിക്കുന്നു അല്ലേ? ആയാട്ടി, ഗായത്രി പെണ്ണിനെ കണ്ടോ? ഗോപിയെ, ഓ, ആ ജാനുവിനെ വിളിച്ച് ഈ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വയ്ക്കാൻ പറ. ജാനു കിടന്ന് കാറാതടോ. ഓ, അമ്മ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കണ്ടു. നിനക്ക് എത്ര ദിവസത്തെ ലീവ് ഉണ്ട്? 2 മാസത്തെ ലീവ് കഴിഞ്ഞ അങ്ങ് നേരെ കാശ്മീരിലേക്കാ. ചില അടിപിടികൾ നടന്നു എന്ന് അമ്മാവൻ അറിഞ്ഞു. നിന്റെ അമ്മ അറിഞ്ഞോ? അയ്യോ, അമ്മാവ ചതിക്കല്ലേ. അമ്മ അറിഞ്ഞ എന്നെ കൊന്നു കളയും. വാഴും കോവിലെടുത്ത സുഭദ്ര തമ്പുരാട്ടി ഹിറ്റ്ലറാ. എന്നാ നീ ഒരു കാര്യം അറിഞ്ഞോ? ഈ വരവിന് ആ ഹിറ്റ്ലർ നിന്നെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാ. പിന്നെ ഞാനൊരു കാര്യത്തിൽ നിന്നോട് മുൻകൂർ ജാമ്യം എടുക്കുക. അമ്മ ഏതൊരു കാര്യം തീരുമാനിക്കുന്നുവോ അതിനോട് അമ്മാവ് അനുകൂലിക്കും. വേറൊന്നും കൊണ്ടല്ല, വാഴും കോവിലിടത്തെ സുഭദ്ര തമ്പുരാട്ടിയുടെ തീരുമാനം അതിനു മേലെ സാക്ഷാൽ ഗരുഡൻ പോലും പറക്കില്ല. എന്റെ ഉണ്ണി, നിന്റെ അമ്മയെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും എന്റെ മോൻ എടുക്കരുത്. ഭദ്രമാമയ്ക്ക് ഇപ്പൊ എത്രേ പറയാനുള്ളൂ. ഇത് അമ്മയുടെ കൊടുത്തേക്ക. പടിഞ്ഞാറേ പറമ്പിലെ വരവ് അല്പം കുറഞ്ഞിട്ടുണ്ട്.
ആ തേവരുടെ ആറാട്ടിന് മുമ്പ് കഴിയുമെങ്കിൽ ഈ മീനത്തോടുകൂടി അവന്റെ കല്യാണം നടത്തിയ ഒരു ആശ്വാസമായി തിരുമേനി. കഷ്ടിച്ചു കിട്ടുന്ന ലീവൊക്കെ ഉള്ളൂ. ആലത്തൂരിൽ നിന്നുള്ള ബന്ധം അതങ്ങ് അന്വേഷിക്കാൻ ഭദ്രനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചോ തമ്പുരാട്ടിയെ? കുട്ടി നല്ല സുന്ദരിയാണെന്നാ പറയണേ. ഇനിയിപ്പോ നാട്ടുകാരെ വിളിച്ച് കെങ്കേമായ ഒരു സദ്യക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാ എന്നാ തമ്പുരാട്ടി പറഞ്ഞു പറഞ്ഞല്ലേ? ആ പിന്നെ പറയാൻ മറന്നു, ശ്രീകുട്ടന്റെ പക്കപ്പിറന്നാള് ദിവസം തിരുവാതിര നക്ഷത്രത്തില് സഹസ്രനാമം ചെയ്തേക്കൂട്ടോ. ഞാൻ ചീട്ടെഴുതിയിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ. തിരുമേനി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തേവരെന്തൊക്കെയോ നിശ്ചയിച്ചിട്ടുണ്ട് കുട്ടിയെ. ശ്രീ ചന്ദനത്തെന്നലായി നെറ്റിമേലിറ്റിടും. ചന്ദനത്തിന്നലായി നെറ്റിമേലിറ്റിടും സാന്ത്വന സംഗീതമോ പ്രണയം. മാമഴപ്പക്ഷിയായി മാരിവിൽ ചില്ലമേൽ പാടുന്ന സാഫല്യമോ പ്രണയം. പാടുന്ന സാഫല്യമോ പ്രണയം. ചന്ദനത്തെന്നലായി നെറ്റിമേലിറ്റിടും സാന്ത്വന സംഗീതമോ പ്രണയം. നിശബ്ദരാത്രിയിൽ പ്രണയം നമ്മളെ നിദ്രാവിഹീനരാക്കുന്നു. നിശബ്ദരാത്രിയിൽ പ്രണയം നമ്മളെ നിദ്രാവിഹീനരാക്കുന്നു. മഞ്ഞിന്റെ തൂവൽ കൊണ്ടെന്ന പോൽ മെല്ലെ, മഞ്ഞിന്റെ തൂവൽ കൊണ്ടെന്ന പോൽ മെല്ലെ നമ്മെ തലോടുന്നു പ്രണയം. നമ്മെ തലോടുന്നു പ്രണയം. ചന്ദനത്തിന്നലായി നെറ്റിമേലിറ്റിടും സാന്ത്വന സംഗീതമോ പ്രണയം. വാക്കിൽ വസന്തമായി നോക്കിൽ പ്രവാഹമായി മിണ്ടാതെ പാടും ഹൃദന്തം. വാക്കിൽ വസന്തമായി നോക്കി പ്രവാഹമായി മിണ്ടാതെ പാടും ഹൃദന്തം.
വസന്തം കണ്ണടച്ചാലും ഉൾക്കണ്ണിൽ വെളിച്ചമായി കണ്ണടച്ചാലും ഉൾക്കണ്ണിൽ വെളിച്ചമായി കത്തുന്ന ദീപമോ പ്രണയം കത്തുന്ന ദീപമോ പ്രണയം ചന്ദനത്തിന്നലായി നെറ്റിമേലിട്ടിടും സാന്ത്വന സംഗീതമോ പ്രണയം മാമഴ പക്ഷിയായി മാറിവിൽ ചില്ലമേൽ പാടുന്ന സാഫല്യമോ പ്രണയം ഗായത്രി ആ ഇതാര് ബാലൻകുട്ടിയാ? തന്നെ ഇവിടെ കാണാറായില്ലല്ലോ. താനിത് എവിടെയാ? ഞാന് സംസ്കൃതം പഠിക്കുന്നുണ്ട്. ഒപ്പം കഥകളി ഒന്ന് വശത്താക്കാൻ നമ്മുടെ കലാമണ്ഡലം രാഘവ മാഷ്ടർ കൂടെ കൂടിയിരിക്കുക. അത് ശരി. ഈ മീശൻ താടി വെച്ചാണോ കഥകളി അഭ്യസിക്കുന്നത്? പഴം വേണ്ട, വാ. വാടാ. അല്ല, അതിരിക്കട്ടെ, ഇനിയിപ്പോ എന്നാ തിരിച്ചു പോവാ? ഇനിയിപ്പോ ഒരു മാസത്തെ ലീവ് കഷ്ടിയുണ്ട്. അത് കഴിഞ്ഞൊരു ഒറ്റ പോക്ക അങ്ങട്. ആ ദേ പഴം തീരാറായി. ഞാൻ 2-3 പാക്കറ്റ് കപ്പലിന്റെ പൊതി വാങ്ങിച്ചിട്ട് വരാം. നീയേ പഴവും കപ്പലിന്റെ ഒക്കെ മേടിച്ചിട്ട് സൗകര്യത്തിന് വന്നാ മതി കേട്ടാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ല. പൈസ എടുക്ക്, പൈസ. ചെയ്യില്ല. ഇന്നത്തെ ദിവസം 10ാമത്തെ പ്രാവശ്യം നീ 500 നോട്ടോട്ട് വരുന്നത്. ഇനി മേലിൽ ഈ 500 നോട്ട് കണ്ടുപോരും. എന്റെ ജന്മത്തിൽ 500 രൂപ മാറ്റൂല. അതെ, നിങ്ങൾ സഹോദരന്മാര് തമ്മിലുള്ള വിശേഷം പറിച്ചില്ലേ എന്റെ മുന്നിൽ വെച്ച് വേണ്ട. എനിക്ക് ആ കാക്കക്കണ്ണിനെ കണ്ണെടുത്ത കണ്ടൂടാ. ഇന്ന കപ്പലണ്ടി. ഇന്ന ഗായത്രി, ഇന്ന പിടിക്ക. എന്തേ ഗായത്രി? വേണ്ട തമ്പുരാൻ, തമ്പുരാനെ. എന്റെ പൊന്ന് തമ്പുരാനെ, താൻ ഇതെവിടെ പോയി കിടക്ക? അത് ശരി, ഇയാൾക്ക് അകമ്പടി സേവിക്കാണല്ലേ? കൊള്ളാം. അരിമ്പാറകള് വന്ന് ശവങ്ങള്. നീ ഇവനെ കണ്ണ് കിട്ടാതിരിക്കാൻ കൂടെ കൊണ്ടു നടക്കാണോ? ബാലൻകുട്ടി, മോനൊന്നും അവളെ വീട് വരെ കൊണ്ടാക്കി. അവന്റെ ചിരി കണ്ട ഒരുമാതിരി പൂരപ്പറമ്പില് പൊട്ടന്മാരാ വിട്ട് കണ്ട പോലെ. തമ്പുരാൻ ഇരിക്കുക. ചിരി തമ്പുരാനെ. വിട്ടോ. ഗായത്രി, പതുക്കെ പോ. ഗായത്രിയെ തന്നെ ഇവിടം വരെ കൊണ്ടുവിടാൻ തമ്പുരാൻ കൽപ്പിച്ചു. അടിയനങ്ങ് പാലിച്ചു. പിന്നെ ഞാൻ മേടിച്ചെന്ന കപ്പലിന് ഗായത്രിക്ക് വേണ്ടെങ്കിൽ ഇവിടുത്തെ കോഴികൾ തിന്നട്ടെ. നാളെ വെറ്റുകൾ മുട്ടയിടുമ്പോ ഗായത്രിക്ക് പുഴുങ്ങി തിന്നാലോ. അതെ, നല്ല മഴ വരണുണ്ട്. ഞാനങ്ങോട്ട് പോട്ടേട്ടാ. അച്യുതം കേശവം രാമനാരായണം.